ഹായ്, ഇന്ന് നമുക്ക് കുപ്പിനുള്ളിൽ പൊട്ടിയിട്ട് ലവിനെ വെച്ചാലോ. സോ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്ന ഏതെങ്കിലും 4 ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എനിക്ക് 40 സബ്സ്ക്രൈബേഴ്സ് ആവും. അപ്പോൾ ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ആകെ 4 കളേഴ്സ് മാത്രം മതി. ബ്ലാക്ക്, റെഡ്, പിങ്ക്, ഓൾസോ സ്കിൻ കളർ. അത് മൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കിൻ കളർ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗോൾഡൻ ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് കണ്ട പോലെ ഡോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഔട്ട്ലൈൻ ആയിട്ട് ബ്ലാക്ക് കൊടുക്കുക. ബോട്ടിലിൻ്റെ ഔട്ട്ലൈനിന് ബ്ലാക്ക് കൊടുക്കുക. സ്കെച്ചിനെ കൊണ്ടാ ക്രയോണിനെ കൊണ്ടാ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുത്തിട്ട് ഔട്ട്ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു, ഇതിന് റിട്ടൺ നോട്ട്ബുക്കാണ് വേണ്ടത്. റിട്ടൺ നോട്ട്ബുക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്വയർസ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വരക്കാൻ പറ്റും. അപ്പോൾ ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിൽ വരച്ച ലവിനെ കോൺസെൻട്രേറ്റ് ചെയ്യാം. ശരിക്കും ആ ലവിന് ഔട്ട്ലൈന് ബ്ലാക്ക് കളറാണ് കൊടുക്കേണ്ടിണ്ടായിരുന്നത്. ബട്ട് ഞാൻ മണ്ടത്തിനെ കാണിച്ചിട്ട് റെഡ് കൊടുത്തു പോയി, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ ആ ഔട്ട്ലൈന് ബ്ലാക്ക് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് റെഡ് കൊടുക്കേണ്ടത്. അപ്പോൾ ലവിൻ്റെ ഔട്ട്ലൈനായിട്ട് ബ്ലാക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ബ്ലാക്ക് അല്ല, ഇതുപോലെ റെഡ് ചെയ്ത് കൊടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ലവിൻ്റെ ഉള്ളിൽ റെഡ് കളർ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുപ്പീൻ്റെ ഉള്ളിൽ അകപ്പെട്ട് ചൂടെടുത്ത് തളർന്നു പോയ ലവിനെയാണ്. അപ്പോൾ ചൂടെടുത്ത് തളരുമ്പം ഫുൾ മെൽട്ടായി പോയി പാവ ലവ്. അപ്പോൾ ലവ് ഫുൾ മെൽട്ടായി അതിൻ്റെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. സോ അത് ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പിങ്ക് കളർ പുറത്തടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളെ കുപ്പീൻ്റെ അകപ്പെട്ട് മെൽട്ടായി പോയ ലവ് ഈസ് റെഡി.